മനസ്സായി നിങ്ങൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്യാറുണ്ടോ? അങ്ങനെ വേണമെന്ന് പോലൊരു പ്ലാനിങ്ങിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് എപ്പം എന്നതിനെ കുറിച്ചൊരു ടൈമിങ്ങോ അങ്ങനെ ഒന്നും അപ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചാൽ അങ്ങനെ അതിൻ്റെ ബിസി അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ? അതായത് ഒന്ന് പിന്നെ എല്ലാവർക്കും ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ട് നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മടി. അതിനൊന്നും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സൂത്രവാക്യങ്ങൾ ഉണ്ടാവില്ലേ, ഇതിപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ഇത് റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതൊന്നും എന്നെ പഠിപ്പിച്ചു തന്നാൽ മതി. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളൊന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഗുണങ്ങളും കേട്ടിട്ടുണ്ട്. ഒരു കൃത്യസമയത്ത് എണീറ്റ് ബെഡ് തലേദിവസം 2 മണിക്കായിരിക്കും ചിലപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. എന്നാലും 5:30 എണീക്കാം. അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. കാരണം എന്താ ബാഡ് ഡേയ്സ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന 2-3 ദിവസങ്ങളുണ്ടാവും. അടുത്ത ദിവസം നിങ്ങൾ ഡിറ്റർമൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 2 മണിയൊക്കെ ആവും കിടക്കാൻ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിറ്റേന്ന് എന്താക്കും, നേരം വൈകിട്ട്. മനസ്സായി നിങ്ങൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്യാറുണ്ടോ? അങ്ങനെ വേണമെന്ന് നമ്മളുടെ എൻ്റെ ഇതൊക്കെ പറഞ്ഞ ഒരു അൺപ്ലാൻഡ് ലൈഫാണല്ലോ. എന്നാലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ട്. അതിനൊരു വ്യക്തത അല്ല, എന്താ പറയാലോ. ധാരണകൾ കുറേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം കൂടി കലർന്നതൊക്കെയാണ്. പക്ഷെ ഒരു കറക്റ്റ് ഇപ്പം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അതുപോലൊരു പ്ലാനിങ്ങിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് എപ്പം എന്നതിനെ കുറിച്ചൊരു ടൈമിങ്ങോ അങ്ങനെ ഒന്നും അങ്ങനെ ആക്കാറില്ല. ഇന്നൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ആ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല പിറ്റത്തെ ദിവസം നടക്കുക കാര്യങ്ങൾ. ചിലപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചാൽ അങ്ങനെ അതിൻ്റെ ബിസി അങ്ങനെ ഒരു കറക്റ്റ്. ഇപ്പോൾ നിങ്ങളെ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു വർക്ക് ലൈഫ് ഇതൊക്കെ എല്ലാം കൊണ്ട് ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുറേ ഫ്രീഡം എല്ലാം ഉണ്ടും. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല എന്ന് തന്നെ പറയാം. അതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ? അതായത് ഒന്ന് പിന്നെ എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഓർഗനൈസ് തിങ്സ്, റൈറ്റ്? തീർച്ചയായിട്ടും ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് കാലമൊന്നായിട്ടില്ല, കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞാൻ ഒരു പ്രോപ്പർ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എനിക്കൊരു സമയമുണ്ട് എണീക്കാൻ, എനിക്കൊരു സമയമുണ്ട് വർക്കൗട്ടിന്, എനിക്കൊരു സമയമുണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. മീ ടൈമുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് സമയമുണ്ട്. ക്ലീനിങ്ങിന് സമയമുണ്ട്, വർക്ക് ചെയ്യുന്നതിന് സമയമുണ്ട്, ലഞ്ചിന് ടൈമുണ്ട്. ഒക്കെ അങ്ങനെ ഒരു ദിവസം മുഴുവൻ. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസത്തേക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മൊത്തം എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇറ്റ്സ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു അടിപൊളിയാണ്. അപ്പോൾ അതിനൊരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന അത്രയും സ്ട്രെസ്സ് എനിക്കില്ല. ഓക്കെ, അതായത് എനിക്കറിയാം ക്ലാരിറ്റി ഉണ്ടാവും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ someone who's following that routine അവർ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതായത് അതൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു എടുത്തചാട്ടത്തിന് അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു നമ്മൾ പറയുമല്ലോ ആ ഫസ്റ്റിൽ ഇതിനങ്ങോട്ട് പോകും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡോപാമൈൻ ഫാക്ടർ അങ്ങ് കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും പഴയ ലൈഫിലേക്ക് തന്നെ ഒരു ലേസിനെസ് അത് തന്നെയാണ് ഇപ്പം. അതായത് നമ്മളൊരു റുട്ടീൻ ഫോഴ്സ്ഫുള്ളി അല്ലെ പർപ്പസ്ഫുള്ളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട ആക്ഷൻസ്, ഓക്കെ, പിന്നെ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, വീട്ടിലത്തെ ആയിരിക്കാം, പേഴ്സണലി വേണ്ട കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെ നമ്മുടെ ഹാബിറ്റായിട്ട് മാറും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, റൈറ്റ്? ആൻഡ് ദെൻ ദെർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഇതൊക്കെ പറഞ്ഞ പോലെ കുറേ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ അങ്ങോട്ട് നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മടി. അതിനൊന്നും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സൂത്രവാക്യങ്ങൾ ഉണ്ടാവില്ലേ, ഇതിപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ഇത് റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതൊന്നും എന്നെ പഠിപ്പിച്ചു തന്നാൽ മതി. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളൊന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഗുണങ്ങളും കേട്ടിട്ടുണ്ട്. ഒരു കൃത്യസമയത്ത് എണീക്കുക എന്നുള്ള ഏറ്റവും വലിയ കീ. ഓക്കെ, ഒരു 5:30 ഇസ് എ കീ. 5:30 AM അലാം വെച്ച് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും 5:30 എണീക്കുക. ഈവൻ ഇഫ് യു ആർ ഗോയിങ് ടു ബെഡ് തലേദിവസം 2 മണിക്കായിരിക്കും ചിലപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. എന്നാലും 5:30 എണീക്കുക. അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. കാരണം ബാഡ് ഡേയ്സ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന 2-3 ദിവസങ്ങളുണ്ടാവും. അടുത്ത ദിവസം നിങ്ങൾ ഡിറ്റർമൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 10:30, 11 മണി, 12 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾറെഡി പോയിട്ട് കിടന്നിട്ടുണ്ടാവും. ആഗ്രഹമുണ്ട്. പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പം 1 മണി 2 മണിയൊക്കെ ആവും കിടക്കാൻ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിറ്റേന്ന് എന്താക്കും, നേരം വൈകിട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയം ഇത്ര സമയം വരെയാണ് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ടൈം, ഇതെൻ്റെ വർക്ക് ടൈം, ഇതാണ് മൈ ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്, റൈറ്റ്?
അത് കഴിഞ്ഞാൽ ഷാർപ്പ് കട്ട് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആവും. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, നമ്മൾ പിന്നെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കായിട്ടൊരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാക്കിംഗ് ആയാലോ എന്തായാലും മതി, ഐ ഗോ ടു ജിം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വേണ്ടിയിട്ടൊരു കുറച്ച് സമയം, ഒരു 1 hour അതിന് വേണ്ടിയിട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇതൊരു നമ്മളെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ വെൻ യു ബിൽഡ് ദ റൊട്ടീൻ. നിങ്ങൾ എത്ര മണിക്കാണ് എണീക്കാറ്? 5:30. അപ്പം എന്നെയും വിളിക്കാം എല്ലാ ദിവസവും. ഇപ്പം ഞാൻ എപ്പോഴും 5:30 എണീക്കുന്നുണ്ട്, 5 o'clock 5:30 എണീക്കുന്നുണ്ട്. പക്ഷേ നാളെ അതെന്താവുന്നില്ല അറിയില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പരിപാടി ഒരു പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്യുക ഒരു ഡേനെ. ഓക്കെ, 5:30 എണീറ്റു, പിന്നെ 5:30 to maybe 5:40 something like that. You do this മെഡിറ്റേഷനോ വാട്ട് എവർ ദാറ്റ് ഇസ്. ഓക്കെ, അരമണിക്കൂറോ 15 minutes എന്തെങ്കിലും കൊടുക്കുക, ഫ്രഷപ്പ് ആവാൻ ടൈം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടിന് ടൈം കൊടുക്കുക, മേ ബി ഹാഫ് ആൻ അവർ 1 hour. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീട്ടിലെന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ അതിന് ടൈം വയ്ക്കുക. ഓക്കെ, പിന്നെ അത് ഒരു അരമണിക്കൂർ അങ്ങോട്ട് കൊണ്ട് നമുക്ക് വേരി ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വർക്കിന് കയറുന്ന സമയം, സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ച്വൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അതുവരെ നമ്മൾ വേണമെങ്കിൽ എഴുതി വെക്കുക ഡയറിയിൽ. ഓക്കെ, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ എത്രയായി തുടങ്ങിയിട്ട്? 5 years ആയിട്ടുണ്ട്. അപ്പം അത് ജീവിതം ശരിയായി മാറി. ഞാനിത് കുറേ ആയിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇട്ടു ഒരു ദിവസം ഒരു 5 ദിവസം ഒരാഴ്ച വരേക്ക് കിട്ടില്ല സത്യം പറഞ്ഞാൽ. അടുത്ത ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് ചിലപ്പോൾ വേറെ ട്രിപ്പ് പോയിട്ടുണ്ടാവും. നമുക്ക് കാരണം നിങ്ങളതൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവും. ഇപ്പോൾ വർക്ക് ഇല്ലോണ്ട് എനിക്കിപ്പം ഇന്നിപ്പം നിങ്ങൾ വിളിക്കുകയാണ്, നല്ലൊരു ട്രിപ്പ് ഉണ്ട് നമുക്ക് വിട്ടാലോ എന്ന് വെച്ചാൽ ഞാൻ വരും. അത് ആ ഒരു സാധനമാണ്. ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വേണം. ദാറ്റ് ഇസ് വാട്ട് മേക്സ് യു എക്സൈറ്റഡ്, റൈറ്റ്? പിന്നെ നമ്മളൊരു ഔട്ടിങ്ങിലായിരിക്കുമ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരാഴ്ച വർക്കേഷൻ വന്നിട്ടുണ്ട്. യു റിമെമ്പർ? ഞാൻ ഈ മല നടന്ന് കയറുക നല്ല ദിവസം ഉണ്ടാവില്ല. അതെ, അപ്പം ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല. 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ നടന്ന് കയറി പോയി തിരിച്ചു വരുവാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ റൂട്ടീൻ, റൈറ്റ്? നമ്മൾ എവിടെ ആയിരുന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. ട്രൈ നോക്ക്. തീർച്ചയായിട്ടും.